നമസ്കാരം. വിങ്സ് ഓൺ വീൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ കൂടെ വീഡിയോയിലേക്കുള്ളത് 2008 അവസാന കാലഘട്ടം മുതൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള ഒരു ഹാച്ച് ബാക്ക് കാറാണ്. ഈ ഹാച്ച് ബാക്ക് വന്നതിന് ശേഷമാണ് ഇന്ത്യക്കാർ പ്രീമിയം ഹാച്ച് ബാക്ക് എന്ന് പറഞ്ഞുള്ള ടേം തന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഹ്യുണ്ടായിയുടെ i20 അന്ന് വരെ ഇന്ത്യൻ മാർക്കറ്റിൽ കാണാതിരുന്ന രീതിയിലുള്ള വലുപ്പം കൊണ്ട്, അതായത് നീളം, വീതി, അകത്തുള്ള സ്പേസ് എല്ലാം കൊണ്ടും വളരെ വലിയ ഒരു കാറായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് എന്നുള്ള രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുള്ള i20യുടെ മൂന്നാമത്തെ ജനറേഷൻ, ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ, ദ തേർഡ് ജനറേഷൻ i20 ആണ് നമ്മളെ കൂടെ ഇന്ന് വീഡിയോയിലേക്കുള്ളത്. അപ്പോൾ ഇതുവരെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള എല്ലാ പ്രീമിയം ഹാച്ച് ബാക്കുകളുടെയും തലതൊട്ടപ്പനെന്നോ വലിയേട്ടനെന്നോ എങ്ങനെ വേണമെങ്കിൽ വിളിക്കാം നമുക്ക് i20നെ. ആ i20യുടെ പുതിയ ഏറ്റവും തേർഡ് ജനറേഷൻ പ്രീമിയം ഹാച്ച് ബാക്കാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ആ പ്രീമിയം ഹാച്ച് ബാക്കുകളുടെ മത്സരം കൂട്ടാനായിട്ട് എല്ലാ തരത്തിലുള്ള ചേരുവകളും കൂട്ടിയിട്ടാണ് പുതിയ i20 വന്നിട്ടുള്ളത്. എന്തായാലും ഈ i20യുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. കണ്ടതിന് ശേഷം നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. 3 എഞ്ചിൻ ഓപ്ഷനുകളായിട്ടാണ് പുതിയ i20 മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത്. 2 പെട്രോൾ എഞ്ചിനുകളും ഒരു ഡീസൽ എഞ്ചിനും. 2 പെട്രോൾ എഞ്ചിനുകളെന്ന് പറയുമ്പോൾ 1.2 ലിറ്റർ കാപ്പ എഞ്ചിനും 1 ലിറ്റർ GDI ടർബോ പെട്രോൾ എഞ്ചിനുമാണ് പെട്രോൾ വിഭാഗത്തിലുള്ളത്. ഡീസൽ വിഭാഗത്തിൽ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ. ഈ 3 എഞ്ചിൻ ഓപ്ഷനുകളിലേക്കായിട്ട് 5 ട്രാൻസ്മിഷൻ യൂണിറ്റുകളാണ് പുതിയ i20യിലേക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. 1.2 ലിറ്റർ എഞ്ചിനിലേക്ക് 2 ട്രാൻസ്മിഷൻ യൂണിറ്റുകളുണ്ട്. ഒന്ന് ഒരു 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും രണ്ടാമത്തതായിട്ട് IVT എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. ഈ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്ന 1.2 ലിറ്റർ എഞ്ചിനിൽ 88 PS ആണ് നമുക്ക് തരുന്ന പവർ. മാനുവൽ ട്രാൻസ്മിഷൻ 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്ന i20യിൽ നമുക്ക് കിട്ടുന്ന പവർ എന്ന് പറയുന്നത് 83 PS ആണ്. രണ്ടാമതായിട്ടുള്ള പെട്രോൾ എഞ്ചിൻ, അതായത് GDI ടർബോ പെട്രോൾ എഞ്ചിൻ, 1 ലിറ്റർ GDI ടർബോ പെട്രോൾ എഞ്ചിനിൽ നമുക്ക് കിട്ടുന്ന പവർ 120 PS ആണ്. ഈ 120 PSയിലേക്ക് മെഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് 2 ടൈപ്പ് ഗിയർ ബോക്സുകളാണ്. അതായത് ഒരു 7 സ്പീഡ് DCTയും അതുപോലെ തന്നെ 6 സ്പീഡ് IMT. 6 സ്പീഡ് IMT എന്ന് പറയുന്നത് ക്ലച്ച് പെഡലില്ലാത്ത മാനുവലായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന 6 സ്പീഡ് ഗിയർ ബോക്സാണ് 1 ലിറ്റർ GDI പെട്രോൾ എഞ്ചിനിലേക്ക് വേണ്ടിയിട്ട് i20യിലേക്ക് കൊടുത്തിട്ടുള്ളത്. മൂന്നാമതായിട്ട് നമ്മൾ ഇന്ന് കാണുന്ന ഡീസൽ എഞ്ചിൻ, നമ്മൾ ഇന്ന് വീഡിയോയിലേക്കുള്ളത് ഡീസൽ എഞ്ചിൻ്റെ ഏറ്റവും ടോപ്പ് സ്പെക്ക് മോഡലായിട്ടുള്ള ആസ്റ്റ ഓപ്ഷനാണ്. ഈ വേരിയൻറ്റിൽ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് i20ക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. എപ്പോഴും പുതുമകളായിട്ട് വരുന്ന ഹ്യുണ്ടായിയുടെ ഏറ്റവും വലിയ പുതുമ തന്നെയാണ് നമുക്ക് പുതിയ i20യുടെ മുൻഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഫസ്റ്റ് ജനറേഷൻ i20യെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ക്രീസ് മധ്യഭാഗത്തായിട്ട്, എഞ്ചിൻ ഹുഡിൻ്റെ മധ്യഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എയറോഡൈനാമിക്സിനെ പരമാവധി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കട്ടിങ്ങുകളൊക്കെ നമുക്ക് ഈ ഒരു എഞ്ചിൻ ഹുഡിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഹ്യുണ്ടായിയുടെ തന്നെ ഒരു പാരാമെട്രിക് ജ്വൽ ഇഫക്റ്റോട് കൂടിയിട്ടുള്ളൊരു ഗ്രില്ലാണ് നമുക്ക്, വലിയ ഒരു ബ്ലാക്ക് ഫിനിഷിലുള്ള ഗ്രില്ലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്കിഡ് പ്ലേറ്റ് ഒക്കെ കൊടുത്ത്, അതായത് ആ ഒരു ഗ്രില്ലിൻ്റെ അതേ ഫിനിഷിലുള്ള ബ്ലാക്ക് ഫിനിഷിലുള്ള സ്കിഡ് പ്ലേറ്റ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഹെഡ്ലൈറ്റുകളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോർണറിങ് ഫംഗ്ഷനോട് കൂടിയിട്ടുള്ള ഹെഡ് ലാമ്പാണ്. അത് തന്നെ LED പ്രൊജക്ടറാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് ഫംഗ്ഷനും കൂടി ഉള്ളതാണ് കേട്ടോ.
അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കാണുന്ന LED സ്ട്രിപ്പാണ് DRL-ആയിട്ട് കാണുന്നത്. അതിൻ്റെ ആ ഒരു യൂണിറ്റിലേക്ക് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കാണാം. ഈ ഒരു പോർഷനിലൊക്കെ ഒരു ഹണികോം ഡിസൈനൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ അറ്റത്തായിട്ട് I20 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാഡ്ജിങ് ഒക്കെ, വളരെ നല്ല രീതിയിലുള്ളൊരു ബാഡ്ജിങ് ഒക്കെ, അതിലൊരു ഈ ഒരു പോർഷനിൽ നമുക്ക് റിഫ്ലക്ടറും കാണാനുണ്ട്. സൈഡിൽ നിന്ന് വരുന്ന സമയത്ത് ഈ ഒരു റിഫ്ലക്ടർ വളരെ സേഫ്റ്റി ആയിട്ട് ആക്ട് ചെയ്യുന്ന സംഭവമാണ്. തൊട്ട് താഴത്തായിട്ട് തന്നെ നമുക്കൊരു പ്രൊജക്ടർ ഫോഗ് ലാമ്പ് യൂണിറ്റാണ് കാണുന്നത്. പ്രൊജക്ടർ ഫോഗ് ലാമ്പ് ആണെങ്കിൽ പോലും സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് വരുന്ന ഫീച്ചറാണ്. വീൽ എയർ കട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഫീച്ചറും കൂടെ ഈ ഒരു യൂണിറ്റിൻ്റെ അകത്ത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് തൊട്ടപ്പുറത്തേക്ക് ഒരു പാസേജ് ഉണ്ട്. ഈ ഒരു പാസേജിൽ കൂടെ എയർ കടന്ന് പിന്നിലേക്ക് പോകും. അതുകൊണ്ട് എന്താ ഒരു ഗുണം ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ സ്പീഡ്സിൽ പോകുന്ന സമയത്ത് ബ്രേക്ക് പാഡിന് കൂളിംഗ് കിട്ടാനും അതേപോലെ തന്നെ ടയറിന് കൂളിംഗ് കിട്ടാനും ആ ഒരു സംഭവം ഉപകരിക്കും. അതുമാത്രമല്ല വിൻഡ് നോയ്സ് പരമാവധി കുറയ്ക്കാനും ഈ ഒരു വീൽ എയർ കട്ടൻ പരമാവധി ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു ഫീച്ചറാണ് പുതിയ I20 നമുക്ക് കാണാൻ സാധിക്കും. വശങ്ങളിലേക്ക് വരുമ്പോൾ 3995 മില്ലിമീറ്റർ ലെങ്ത്തുള്ള I20 വീൽ ബേസ് വരുന്നത് 2580 മില്ലിമീറ്ററാണ്. 2580 മില്ലിമീറ്റർ വീൽ ബേസ് എന്ന് പറയുന്നത് ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ വീൽ ബേസുള്ള വാഹനമാണ് I20. മുൻഭാഗത്ത് നിന്ന് വശങ്ങളിലേക്ക് വരുമ്പോഴാണ് I20 ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്യാരക്ടർ ലൈനുകൾ ഒരുപാട് നമുക്ക് കാണാനുണ്ട്. അതായത് മുൻഭാഗത്ത് ഹെഡ്ലൈറ്റിൻ്റെ താഴത്തുനിന്ന് തുടങ്ങി പിൻഭാഗത്തെ തേർഡ് ക്വാർട്ടർ പാനൽ വരെ പോകുന്ന ഒരു ക്യാരക്ടർ ലൈൻ, പ്രൈമറി ക്യാരക്ടർ ലൈൻ നമുക്ക് കാണാനുണ്ട്. അതുപോലെ തന്നെ ഒരു വീലാർച്ച്, തെളിഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ഒരു വീലാർച്ച് നമുക്ക് മുൻഭാഗത്തും പിൻഭാഗത്തും നമുക്ക് കാണാനുണ്ട്. മുൻഭാഗത്തെ ബമ്പറുകളിൽ നിന്ന് തന്നെ തുടങ്ങി ഈ ഒരു ചെറിയൊരു ഫിനിഷിംഗ് കണ്ടോ, ഇവിടുന്ന് തുടങ്ങി ഡോറിൻ്റെ തൊട്ട് താഴത്തു കൂടെ പോകുന്ന ഈ ഒരു ലൈൻ ഇങ്ങനെ പോയി ബമ്പറിലേക്ക് ഒരു ചുറ്റപ്പെട്ട് കിടക്കുന്ന രീതിയിലുള്ളൊരു ലൈനും നമുക്ക് കാണാനുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ബമ്പറിൽ നമ്മളൊരു സ്കിഡ് പ്ലേറ്റ് കണ്ടു, കറുത്ത കളറിലുള്ള സ്കിഡ് പ്ലേറ്റ് കണ്ടിരുന്നു. ആ സ്കിഡ് പ്ലേറ്റിൻ്റെ ഒരു തുടർച്ച എന്നോണം ഇവിടുന്ന് തുടങ്ങി കറുത്ത കളറിൽ തന്നെ കാണുന്നൊരു സിൽ പ്ലേറ്റ്, അതും നമുക്ക് I20 കാണാനുണ്ട്. ആ ഒരു സിൽ പ്ലേറ്റ് നമുക്ക് പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഈ ഭാഗത്തായിട്ട് I20 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാഡ്ജിങ്ങും നമുക്ക് തെളിഞ്ഞ് കാണുന്നുണ്ട്. I20 പ്രീമിയം ഫീൽ കൂട്ടുന്ന മറ്റൊരു ഘടകം ഒരു വിൻഡോ ബെൽറ്റ് ലൈനാണ്. ഈ ബെൽറ്റ് ലൈൻ നമുക്ക് ഇവിടുന്ന് മുൻഭാഗത്തു നിന്ന് തുടങ്ങി തേർഡ് ക്വാർട്ടർ പാനലിൽ ഒരു ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടേക്ക് കയറി നിന്ന് അവസാനിക്കുന്ന രീതിയിലാണ് ഈ ഒരു പ്രീമിയം ഫീൽ കൂട്ടുന്ന വിൻഡോ ബെൽറ്റ് ലൈൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡോർ ഹാൻഡിലുകളൊക്കെ നമുക്ക് ക്രോം ഫിനിഷ് തന്നെയാണ്. I20 മിറർ ഓട്ടോ ഫോൾഡിംഗ് മിറേഴ്സ് തന്നെയാണ് I20 ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കാണാം. ഇതിൻ്റെ തൊട്ട് താഴത്തായിട്ട് നമ്മൾ വെൽക്കം ലാമ്പ് അല്ലെങ്കിൽ പഡിൽ ലാമ്പ് എന്ന് വിളിക്കുന്ന ഒരു ചെറിയൊരു ലാമ്പ് ഇതിൻ്റെ ഈ ഒരു പോർഷനായിട്ട് നമുക്ക് കാണാനുണ്ട്. നമ്മൾ നൈറ്റിലൊക്കെ നമ്മൾ വാഹനം അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ലാമ്പ് നമുക്ക് താഴത്തേക്ക് വെളിച്ചം തരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ടയർ സൈസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 16 ഇഞ്ച് ടയറാണ് I20 കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രൊഫൈൽ വരുന്നത് 195, 55, R16 ആണ്. അതിലേക്ക് തന്നെ ഡയമണ്ട് കട്ടിലുള്ള പുതിയ അലോയ് വീൽസാണ്, ഡ്യുവൽ ടോൺ അലോയ് വീൽസാണ് പുതിയ I20 നമുക്ക് വന്നിട്ടുള്ളത്. 37 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഫ്യൂൽ ടാങ്കാണ് പുതിയ I20 ഉള്ളത്. അത് ഒരു ഇലക്ട്രിക് റിലീസാണ് ഫ്യൂൽ ലിഡിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്യൂൽ ലിഡിൻ്റെ ഡിസൈനും വളരെ സ്പോർട്ടി ആയിട്ട് ആ ടൈൽ ലാമ്പിനോട് ചേർന്ന് തന്നെ ഡിസൈൻ ചെയ്തു. പിൻഭാഗത്തേക്ക് വരുമ്പോൾ കുറേ കൂടി സ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു പിൻഭാഗമാണ് പുതിയ I20 ഉള്ളത്. റിയർ വിൻസ്ക്രീൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫോഗർ ലെൻസ് നമുക്ക് കാണാം. തൊട്ട് താഴത്തായിട്ട് റിയർ വൈപ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഹൈബോൺ സ്റ്റോപ്പ് ലാമ്പും ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലും നമുക്ക് കറുത്ത കളറിൽ വിങ് സ്പോയിലേഴ്സ് നമുക്ക് കാണാനുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് വിങ് സ്പോയിലേഴ്സ് നമുക്ക് കാണാം. തൊട്ട് താഴത്തായിട്ടുള്ളൊരു പോർഷൻ ഫുള്ളി ബ്ലാക്ക് ആൻഡ് ചെയ്ത് വളരെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററായിട്ട് ഹ്യുണ്ടായുടെ ലോഗോ. ഒരു Z ഷേപ്പിലുള്ള LED ടൈൽ ലാംപ്സാണ് പുതിയ I20 കൊടുത്തിട്ടുള്ളത്. ഈ I20 Z ഷേപ്പിലുള്ള ടൈൽ ലാംപ്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരു ഭാഗത്തു നിന്ന് തുടങ്ങി മറുഭാഗത്ത് അവസാനിക്കുന്ന രീതിയിലുള്ളൊരു ക്രോം ഫിനിഷൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. തൊട്ട് താഴത്തായിട്ട് ആസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജിങ്, ഇടതുഭാഗത്തായിട്ട് I20 എന്ന് പറഞ്ഞിട്ടുള്ള ബാഡ്ജിങ് നമുക്ക് കാണാം. വളരെ ഉയർന്ന ബമ്പറുകൾ തന്നെയാണ്. ആ ബമ്പറുകളിൽ 2 പാർക്കിംഗ് സെൻസറുകളും തൊട്ട് താഴത്തായിട്ട് ലൈസൻസ് പ്ലേറ്റിൽ തൊട്ട് മുകളിൽ അധികം പുറത്തേക്ക് എക്സ്പോസ് ചെയ്യാത്ത രീതിയിൽ വെച്ചിട്ടുള്ള ക്യാമറയും നമുക്ക് കാണാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മുൻഭാഗത്തു നിന്ന് ഉള്ള സ്കിഡ് പ്ലേറ്റിൻ്റെ തുടർച്ച എന്ന് പറഞ്ഞ പോലെ ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുള്ളൊരു ഫേക്ക് സ്കിഡ് പ്ലേറ്റ് നമുക്ക് കാണാനുണ്ട്. ഷാർക്ക് ഫിൻ ആൻ്റനിയാണ് റേഡിയോ റിസപ്ഷന് വേണ്ടിയിട്ട് I20 കൊടുത്തിട്ടുള്ളത്.
ഒരു ഇലക്ട്രിക് ബൂട്ടാണ് നമുക്ക് പുതിയ i20യിൽ കാണാൻ സാധിക്കുന്നത്. അത് നമുക്ക് തുറക്കാം. അതിനുള്ള ബട്ടൺ ഇവിടെയാണ്. ഈ ഭാഗത്തായിട്ടുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിയായിട്ട് നമുക്ക് തുറക്കാം. തുറന്നു കഴിഞ്ഞാൽ 311 ലിറ്റർ കപ്പാസിറ്റിയുള്ള ബൂട്ട് സ്പേസാണ് പുതിയ i20ക്ക് ഉള്ളത്. ഈ ബലൂണുകളൊക്കെ ലോഞ്ചിങ് സമയത്ത് ഉപയോഗിച്ചിട്ടുള്ള ബലൂണുകളാണ്. അതെന്തായാലും ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിലുള്ള സബ് വൂഫർ നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാനുണ്ട്. അതായത് രാത്രി സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുകയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ളൊരു ഇലൂമിനേഷനും ബോട്ടിൽ കാണാനുണ്ട്. തൊട്ട് താഴത്തായിട്ട് കാണുന്ന സ്പെയർ വീല് 15 ഇഞ്ച് സൈസിലുള്ള സ്പെയർ വീലുകളാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഈ നമ്മുടെ i20യുടെ ബൂട്ട് ഒരു ഇലക്ട്രിക് ബൂട്ട് റിലീസാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇത് അഥവാ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ഇലക്ട്രിക് സിസ്റ്റം ഫെയിലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മാനുവൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷനിൽ അല്ലെങ്കിൽ ഈ ഒരു സ്ലോട്ടിൽ നമ്മൾ ഒരു കീ ഇട്ടിട്ട് നമ്മൾ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാനുവലായിട്ട് അകത്തുനിന്ന് നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടെ i20യിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ബൂട്ട് അടയ്ക്കാനായിട്ട് ചെറിയൊരു ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈസിയായിട്ട് നമുക്ക് അടയ്ക്കാം. പിൻഭാഗത്തെ ഡോറുകൾ നമുക്ക് തുറന്നു നോക്കാം. പിൻഭാഗത്തെ ഡോറുകൾ തുറന്നു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ഫിനിഷിലുള്ള ഡോർ പാഡാണ് നമുക്ക് കാണുന്നത്. ബ്ലാക്ക് ഫിനിഷിലുള്ള ഡോർ പാഡ് കാണാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഇൻറ്റീരിയർ മൊത്തം ബ്ലാക്ക് തീമിൽ തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. എന്തായാലും വളരെ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കിലാണ് ഈ ഒരു ഡോർ പാഡൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഒരു കാർബൺ ഫിനിഷൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാനുണ്ട്. അതുപോലെ തന്നെ ഒരു മെറ്റാലിക് ഫിനിഷിൽ കൊടുത്തിട്ടുള്ള ഇന്നർ ഡോർ ഹാൻഡിലുകൾ നമുക്ക് കാണാം. തൊട്ട് താഴത്തായിട്ട് 1 ലിറ്റർ ബോട്ടിൽ വെക്കാൻ പാകത്തിലുള്ളൊരു ചെറിയ ബോട്ടിൽ സ്പേസ് നമുക്ക് കാണാം. അതുപോലെ തന്നെ സ്പീക്കറുകൾ കാണാനുണ്ട്. സ്പീക്കറിൽ തന്നെ ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ബാഡ്ജിങ് ഒക്കെ നമുക്ക് വളരെ വൃത്തിയായിട്ട് കാണുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിൻഭാഗത്തെ സീറ്റുകളിലേക്ക് കയറിയിരിക്കുമ്പോൾ ഏറ്റവും കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്ന പിൻഭാഗത്തെ സീറ്റ് തന്നെയാണ് പുതിയ i20ക്ക് ഉള്ളത്. കാരണം നല്ല തൈ സപ്പോർട്ട്സ് ഉള്ള സീറ്റുകളാണ്. അതുപോലെ തന്നെ ബാക്ക് റെസ്റ്റ് ആംഗിളും വളരെ നന്നായിട്ടുണ്ട്. നമുക്ക് ദീർഘദൂര യാത്രകളാണെങ്കിൽ സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റിയർ സീറ്റുകൾ തന്നെയാണ് പുതിയ i20യിലുള്ളത്. അതുപോലെ തന്നെ വലിയൊരു ഫീച്ചർ സെൻട്രലിലൊരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ദീർഘദൂര യാത്രകളിലൊക്കെ വളരെയധികം സഹായമാവുന്ന മറ്റൊരു ഫീച്ചറാണ് സെൻട്രലിൽ കാണുന്ന ആംറസ്റ്റ്. ചൈൽഡ് സേഫ്റ്റി സീറ്റുകൾ വെക്കാൻ ഭാഗത്തുള്ള ഐസോഫിക്സ് ആങ്കറേജസ് ഒക്കെ ഈ ഭാഗത്തായിട്ട് നമുക്ക് കാണാനുണ്ട്. അത് ഇടതുഭാഗത്തും വലതുഭാഗത്തും ഉണ്ട്. അതുപോലെ തന്നെ 3 പേര് ഇരുന്നാലും തോളോട് തോൾ തട്ടാതെ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വിടുത്തുള്ള വാഹനമാണ് i20. നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും കൂടുതൽ വീൽ ബേസ് ഉള്ള വാഹനമാണ് i20 എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാബിനകത്ത് ഏറ്റവും കൂടുതൽ സ്പേസ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ ഒരു ഭാഗത്തിരിക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ്. ഫ്ലോറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു ട്രാൻസ്മിഷൻ ടണൽ വലിയ രീതിയിൽ ഉയർന്നു നിൽക്കാത്ത രീതിയിലുള്ള ഫ്ലാറ്റ് ഫ്ലോർ തന്നെയാണ് i20യിൽ നമുക്ക് കാണുന്നത്. പിന്നെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ റിയർ AC വെൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചാർജിങ് പോർട്ട്, റിയർ പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ചാർജിങ് പോയിൻ്റ് കൂടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മൊബൈൽ വെക്കാൻ പാകത്തിലുള്ള ചെറിയൊരു സ്പേസൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് കാണുന്നുണ്ട്. പിന്നെ കോ ഡ്രൈവർ സീറ്റിൻ്റെ പിൻഭാഗത്തായിട്ടൊരു മാപ്പ് പോക്കറ്റും വളരെ വൃത്തിയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്രൈവർ സൈഡ് ഡോർ നമുക്ക് തുറന്നു നോക്കാം. അതിന് മുമ്പായിട്ട് ഡോർ ഹാൻഡിലിൽ നമുക്ക് റിക്വസ്റ്റ് സെൻസർ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കീ ഇടാനുള്ള ഒരു ഓപ്ഷനും നമുക്ക് വലതുഭാഗത്തെ ഡോർ ഹാൻഡിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡ്രൈവർ സൈഡ് ഡോർ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഡോർ പാഡ് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. അതിൽ തന്നെ ഒരു കാർബൺ ഫിനിഷിങ് അതുപോലെ തന്നെ മെറ്റാലിക് ഷെയ്ഡിലുള്ള ഫിനിഷിംഗ് ഒക്കെ നമ്മൾ റിയർ ഡോർ പാഡിൽ കണ്ട പോലെ തന്നെ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. പവർ വിൻഡോയുടെ 4 വിൻഡോയുടെയും ഓപ്പറേഷൻസൊക്കെ ഇവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതിൽ ഡ്രൈവർ സൈഡ് പവർ വിൻഡോ ഓട്ടോ ഡൗൺ ഫെസിലിറ്റി ഉള്ളതാണ്. അതുപോലെ തന്നെ ആൻറ്റി പിഞ്ച് ഫെസിലിറ്റിയും ഡ്രൈവർ വിൻഡോയ്ക്ക് ഉണ്ട്. സെൻട്രൽ ലോക്കിൻ്റെ ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാനുണ്ട്. അതുപോലെ തന്നെ മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സും ക്ലോസ് ചെയ്യാനുള്ള ബട്ടണും ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഒരു 1 ലിറ്റർ ബോട്ടിൽ വെക്കാൻ പാകത്തിലുള്ള ഒരു സ്പേസും നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഡ്രൈവർ സീറ്റ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്ന തരത്തിലാണ് i20യുടെ ഡ്രൈവർ സീറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പാക്ഡാണ് ഡ്രൈവർ സീറ്റിൽ. അതുമാത്രമല്ല സ്റ്റിയറിംഗ് വീലാണെങ്കിലും അതെ വളരെ ലെതർ റാപ്പ് ചെയ്ത് വളരെ നല്ല രീതിയിൽ ഒരു കോപ്പർ കോൺട്രാസ്റ്റ് സ്റ്റിച്ചിങ് എന്നാണ് ഇതിന് പറയുന്നത്. വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. തം ഗ്രിപ്പൊക്കെ കൊടുത്ത് ഒരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ. ഈ സ്റ്റിയറിംഗ് വീൽ നമ്മൾ പുതിയ വെന്യൂലും അതേപോലെ തന്നെ ക്രെറ്റയിലൊക്കെ കണ്ടിട്ടുള്ള അതേ പാറ്റേണിലുള്ള സ്റ്റിയറിംഗ് വീലാണ് ഹ്യുണ്ടായി i20യിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
സ്റ്റിയറിംഗ് വീലിൽ തന്നെ വലതുഭാഗത്തായിട്ട് നമുക്ക് ക്രൂസ് കൺട്രോളിൻ്റെ കൺട്രോൾസ്, അതുപോലെ തന്നെ ഡ്രൈവർ ഇൻഫർമേഷൻ സിസ്റ്റം, അതായത് ക്ലസ്റ്ററിലുള്ള ഡ്രൈവർ ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് ഒക്കെ നമുക്ക് വലതുഭാഗത്തായിട്ടും, ഇടതുഭാഗത്തായിട്ട് നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസും, അതേപോലെ തന്നെ ഫോൺ കണക്ടിവിറ്റിയുടെ കൺട്രോൾസ്, അതായത് കോൾ അറ്റൻഡ് ചെയ്യാനും കോൾ റിജക്റ്റ് ചെയ്യാനുള്ള ബട്ടൺസ്, ട്രാക്ക് മാറ്റാൻ, അതുപോലെ വോള്യൂം കൂട്ടാൻ, വോള്യൂം കുറയ്ക്കാൻ, അങ്ങനെയുള്ള ബട്ടൺസൊക്കെ നമുക്ക് ഇടതുഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. LCD സ്ക്രീനാണ് നമുക്കിതിൻ്റെ ക്ലസ്റ്ററിന് വേണ്ടിയിട്ട് കാണാൻ സാധിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇടതുഭാഗത്തായിട്ട് സ്പീഡോമീറ്ററും വലതുഭാഗത്തായിട്ട് ടെക്കോമീറ്ററും ഡിജിറ്റലായിട്ട് നമുക്ക് കാണാനുണ്ട്. നടുഭാഗത്തായിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ഒരു ഡ്രൈവർ ഇൻഫർമേഷൻ സിസ്റ്റവും നമുക്ക് കാണാനുണ്ട്. ഡ്രൈവർ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ടയർ പ്രഷർ, അതേപോലെ തന്നെ ഫ്യൂവൽ എക്കണോമി, ഡിസ്റ്റൻസ് ടു എംടി, അതുപോലെ തന്നെ ഒരു കോമ്പസ് ആദ്യമായിട്ട് കാണുന്നൊരു ഫീച്ചറാണ്. ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് കാണുന്നൊരു ഫീച്ചറാണ്. ഒരു കോമ്പസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാനുണ്ട്. അതുപോലെ തന്നെ വലതുഭാഗത്തായിട്ട് എൻജിൻ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിൻ്റെ ബട്ടണും, അതുപോലെ തന്നെ കുറച്ച് സ്വിച്ചുകൾ നമുക്കിവിടെ കാണാനുണ്ട്. കുറച്ച് സ്വിച്ചുകൾ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളിൻ്റെ സ്വിച്ച്, തൊട്ടപ്പുറത്ത് കാണുന്നത് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ. അത് മുന്നോട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ പിൻഭാഗത്ത് വ്യൂ നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനിൽ നമുക്ക് കിട്ടും. പിന്നെ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമട്രോണിക് AC ആണ് ഈ ഒരു വാഹനത്തിൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റീരിയറൊക്കെ വളരെ ഭംഗി തന്നെയാണ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫുൾ ബ്ലാക്ക് തീം ആയത് കാരണം ഒരു സ്പോർട്ടി ഫീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഓട്ടോമാറ്റിക് ക്ലൈമട്രോണിക് ACയുടെ കൺട്രോൾസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടതുഭാഗത്തായിട്ട് ഫാനിൻ്റെ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ നമുക്ക് വളരെ ഭംഗിയിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഹാൻഡി ആയിട്ടുള്ളൊരു ബട്ടണാണ്. അതുപോലെ തന്നെ തൊട്ട് വലതുഭാഗത്ത് കാണുന്ന ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടണുമാണ്. അതിൻ്റെ ബാക്കിയുള്ള കൺട്രോൾസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് കാണുന്നത്. ഓട്ടോമാറ്റിക് ക്ലൈമട്രോണിക് ACയുടെ ഓട്ടോ ബട്ടൺ, അതുപോലെ തന്നെ ഓഫ്, എയർ സർക്കുലേഷൻ നമുക്ക് പുറത്തുനിന്ന് എടുക്കാനുള്ള ബട്ടൺ, അതുപോലെ തന്നെ ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സിലുള്ള ACയുടെ ബട്ടണുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാനുണ്ട്. തൊട്ട് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു USB പോർട്ട്, 2 USB പോർട്ട് ബാറ്ററി ചാർജ് ചെയ്യാനും, പിന്നെ നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്കുള്ള ഒരു USB പോർട്ട് നമുക്ക് കാണാനുണ്ട്. അതുപോലെ തന്നെ 12 വോൾട്ട് ചാർജിങ് ഔട്ട്പുട്ടും ഇവിടെ കാണുന്നുണ്ട്. ഇതിൻ്റെ തൊട്ട് താഴത്തായിട്ട് നമുക്കൊരു പാഡ് കാണുന്നുണ്ട്. ഇതാണ് നമുക്ക് വയർലെസ് ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള പാഡാണ്. ഈ ഒരു പാഡിൽ i20യിലേക്ക് വന്നപ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ വയർലെസ് ചാർജ് ചെയ്യുന്ന സമയത്ത് ഫോൺ ചൂടാവാനുള്ള സാധ്യതയുണ്ട്. ആ ചൂടാവുന്ന സമയത്ത് ഒരു കൂളിംഗ് ഫംഗ്ഷനും കൂടെ കൊടുത്ത് ഫോണിനെ കൂളാക്കാനുള്ളൊരു ഫംഗ്ഷനും കൂടെ കൊടുക്കുന്ന ഒരു ഫെസിലിറ്റി i20യിൽ നമുക്ക് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു കപ്പ് ഹോൾഡർ, പിന്നെ അതുപോലെ തന്നെ ഒരു എയർ പ്യൂരിഫയർ ഓക്സി ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേരിട്ട് വിളിക്കുന്ന ഒരു എയർ പ്യൂരിഫയർ ഇതിൽ കാണുന്നുണ്ട്. ആംറസ്റ്റ് ആണെങ്കിലും അതെ, സ്ലൈഡ് ചെയ്ത് നിൽക്കാവുന്ന ആംറസ്റ്റാണ്. ആംറസ്റ്റിൻ്റെ അടിഭാഗത്തായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്. 49 കണക്റ്റഡ് ഫീച്ചറോട് കൂടിയിട്ടുള്ള ബ്ലൂലിങ്ക് കണക്ടിവിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റമാണ്, അല്ലെങ്കിൽ 10.2 ഇഞ്ച് ടച്ച് സ്ക്രീനോട് കൂടിയിട്ടുള്ള HD ടച്ച് സ്ക്രീനോട് കൂടിയിട്ടുള്ള മ്യൂസിക് സിസ്റ്റമാണ് i20യിൽ വന്നിട്ടുള്ളത്. അതിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതായത് പുതിയ ജനറേഷനിൽ വാഹനങ്ങൾ കണ്ടുവരുന്ന ആൻഡ്രോയിഡ് ഓട്ടോ, അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിലുണ്ട്. അതുപോലെ തന്നെ ബ്ലൂലിങ്ക് കണക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്ലൂലിങ്ക് നമുക്ക് അറിയാം, ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വാഹനങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഡീലർഷിപ്പായിട്ടും ഹ്യുണ്ടായി ആയിട്ടൊക്കെ എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഡീലർഷിപ്പ്, അതുപോലെ തന്നെ കസ്റ്റമർ, ഹ്യുണ്ടായി, ഈ 3 ആളുകളെ എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന സംവിധാനമാണ് ബ്ലൂലിങ്ക് കണക്ടിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് ബോസിൻ്റെ സ്പീക്കേഴ്സാണ്, അല്ലെങ്കിൽ ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ 7 സ്പീക്കറുകളാണ്. 7 സ്പീക്കറുകൾ എന്ന് പറയുമ്പോൾ 4 സ്പീക്കറുകൾ 4 ഡോർ പാഡുകളിലും 2 ട്യൂട്ടറുകൾ, നമ്മൾ ഫ്രണ്ടിലായിട്ട് നമുക്ക് 2 ട്യൂട്ടറുകൾ നമുക്ക് കാണാനുണ്ട്. അതുപോലെ തന്നെ 7ാമതായിട്ടൊരു സബ് വൂഫർ, അത് നമ്മൾ കാണേണ്ടത് ബൂട്ട് തുറന്ന സമയത്ത് നമുക്കൊരു സബ് വൂഫർ നമ്മൾ കണ്ടിരുന്നു. വളരെയധികം സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ളൊരു കൂൾഡ് ഗ്ലോ ബോക്സാണ് i20യിൽ ഉപയോഗിക്കുന്നത്. ഒരു സൂത്തിങ് ബ്ലൂ ആംബിയൻ ലൈറ്റിംഗ് ആണ് i20യുടെ ഇൻറ്റീരിയറിൽ മൊത്തം നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മളത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുറത്ത് നല്ല വെയിലായത് കാരണം ഇങ്ങനെയാണത് കാണിക്കാൻ പറ്റുന്നുള്ളൂ. കുറച്ചും കൂടി ഇരുട്ടുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണത് കാണാനായിട്ട്. ഇൻറ്റീരിയറിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സൺഗ്ലാസ് ഹോൾഡർ കാണാനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 മാപ്പ് ലാംപ്സ്, അത് സാധാരണ ബൾബുകൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്ക് സൺറൂഫ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ i20യുടെ എഞ്ചിൻ റൂമും തുറന്ന് കാണാം. $1493cc അല്ലെങ്കിൽ ഒരു 1.5 ലിറ്റർ ടർബോ ചാർജർ ഡീസൽ എഞ്ചിനാണ്. ഈ ഒരു എഞ്ചിൻ തരുന്ന പവർ എന്ന് പറഞ്ഞാൽ 100 PS ആണ് നമുക്ക് തരുന്ന പവർ. അത് 4000 RPM-ലാണ്.
അതുപോലെ തന്നെ 1500 RPM മുതൽ 2750 RPM ആവുന്ന ആ ഒരു സമയത്ത് നമുക്ക് 24.5 കിലോഗ്രാം ടോർക്ക് അല്ലെങ്കിൽ 240 ന്യൂട്ടൺ മീറ്റർ ടോർക്കും നമുക്ക് ഈ ഒരു വാഹനം തരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വാഹനത്തിൻ്റെ പവറും കാര്യങ്ങളൊക്കെ നമുക്കൊന്നും കൂടെ വിശദമായിട്ട് ഓടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഇപ്പോൾ തൽക്കാലം ഇത് അടച്ചു വയ്ക്കാം. അപ്പോൾ i20യുടെ സ്മാർട്ട് കീ ഇതാണ്. നമുക്കെന്തായാലും ഒന്ന് ഓടിച്ചു നോക്കാം. ഓടിച്ചു നോക്കുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കാം. PS പവറും അതുപോലെ തന്നെ 240 Nm ടോർക്കുള്ള 3rd ജനറേഷൻ i20 ഡീസൽ നമ്മളൊന്ന് ഓടിച്ചു തുടങ്ങുകയാണ്. ഓടിച്ചു തുടങ്ങുന്നതിന് മുന്നേയായിട്ട് ആദ്യമായിട്ട് സീറ്റ് ബെൽറ്റ് ഇടണം. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ബെൽറ്റാണ് പുതിയ i20യിൽ വരുന്നത്. സീറ്റ് ബെൽറ്റ് ഇട്ടു. പിന്നെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടൊരു ക്ലച്ച് ലോക്ക് ഫെസിലിറ്റി ഉണ്ട്. ക്ലച്ച് ചവിട്ടിയാൽ മാത്രമേ നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ലച്ച് ചവിട്ടി വാഹനം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊന്ന് ഡ്രൈവ് ചെയ്ത് തുടങ്ങുകയാണ്. ഡ്രൈവ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത് വളരെ സൈലൻ്റ് ആയിട്ടുള്ള ക്യാബിനാണ്. എൻജിൻ്റെ ആ ഒരു നോയ്സ് പണ്ടത്തെ പോലെ അല്ലെങ്കിൽ ആ ഡീസൽ എൻജിൻ്റെ നോയ്സ് നമുക്ക് വല്ലാതെ അകത്തേക്ക് കിട്ടുന്നില്ല. പിന്നെ പറയേണ്ടത് ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെയാണ്. ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ വളരെ സ്മൂത്തായിട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഗിയറുകളാണ്. അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ കാര്യമാണെങ്കിൽ വളരെ ലൈറ്റായിട്ടുള്ള ക്ലച്ചാണ്. പിന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ കംഫർട്ടൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ തംഗ്രിപ്പോട് കൂടിയുള്ള സ്റ്റിയറിംഗ് വീലാണ്. അതിൽ തന്നെ നമുക്ക് ഡ്രൈവർ സൈഡ് എയർ ബാഗുകൾ വെച്ചിട്ടുണ്ട്. സേഫ്റ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവർ സൈഡ് എയർ ബാഗും അതുപോലെ തന്നെ കോ ഡ്രൈവർ സൈഡ് എയർ ബാഗും ഉണ്ട്. 6 എയർ ബാഗുകളാണ് പുതിയ i20യിൽ വന്നിട്ടുള്ളത്. അത് ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടാണ് 6 എയർ ബാഗുകളുള്ള ഒരു കാറ് മാർക്കറ്റിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ABS, EBD, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് ത്രോട്ടിൽ ചെയ്ത് നോക്കാം. $80 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു സ്പീഡ് വാർണിംഗ് വാഹനം തരുന്നുണ്ട്. കോർണറിങ്ങിലൊക്കെ വളരെ നല്ല സ്റ്റെബിലിറ്റിയാണ്. ബ്രേക്കിംഗ് ഒന്ന് നോക്കാം നമുക്ക്. ബ്രേക്കിംഗ് വല്ലാതെ ലെങ്തി ആയിട്ടുള്ള ബ്രേക്കിംഗ് ഒന്നുമല്ല കേട്ടോ. നമ്മൾ ഹൈ സ്പീഡ്സിൽ വന്നിട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്തും വളരെ ലെങ്തി ആയിട്ട് പോകുന്നൊരു ബ്രേക്കിംഗ് ഒന്നുമല്ല i20ക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും വളരെ റെസ്പോൺസീവായിട്ടുള്ള എൻജിനാണ്, അത് പറയാതിരിക്കാൻ വയ്യ. സ്റ്റിയറിംഗ് ഒക്കെ വളരെ ലൈറ്റാണ്. നമുക്ക് വല്ലാതെ കയ്യിന് വേദനയൊന്നും ഉണ്ടാക്കാത്ത തരത്തിലുള്ള സ്റ്റിയറിംഗ് വീലാണ്. കാരണം ദീർഘദൂര യാത്രകളൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ കയ്യിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് പെയിൻ വരും. ചില വാഹനങ്ങൾ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെയിൻ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റിയറിംഗ് വീലല്ല പുതിയ i20യിലുള്ളത്. പിന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തന്നെ പറയേണ്ട വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ടോർക്കുള്ള ഒരു എഞ്ചിനാണ്. 240 Nm ആണ് ടോർക്ക്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. എങ്കിലും ഏറ്റവും കൂടുതൽ ടോർക്ക് തരുന്ന ഒരു എഞ്ചിനാണ് i20 ഡീസലിൻ്റെത്. ബ്ലൈൻഡ് സ്പോട്ടുകളൊക്കെ വളരെ കുറഞ്ഞ രീതിയിലുള്ള ഒരു വലിയ മിററുകളാണ് പുറം ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് സിറ്റിയിലാണെങ്കിലും ഹൈവേസിലാണെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് പുതിയ i20 എല്ലാം കൊണ്ടും ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ സസ്പെൻഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മുൻഭാഗത്ത് ഒരു മെക്ഫേഴ്സൺ സ്ട്രട്ടും അതുപോലെ തന്നെ പിൻഭാഗത്ത് ടോർഷൻ ബീം സസ്പെൻഷനുമാണ്. അതിൽ തന്നെ ഷോക്ക് അബ്സോർബറുകൾ കൊടുത്തിട്ടുള്ളത് ഗ്യാസ് ഫീൽഡ് ഷോക്ക് അബ്സോർബറുകളാണ് i20ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇന്നർ റിയർ വ്യൂ മിറർ, അതായത് റിയർ വ്യൂ മിറർ, നമ്മൾ അകത്തുള്ള റിയർ വ്യൂ മിററിൽ നമുക്ക് 3 ബട്ടൺ കാണാനുണ്ട്. അതൊന്ന് SOS ബട്ടൺ, അതുപോലെ തന്നെ നമുക്ക് ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി ആയിട്ടുള്ള ബട്ടണുകൾ. ഒന്ന് എന്താ പറയുക, നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ കാണുന്ന സെൻറ്ററിൽ കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ഹ്യുണ്ടായുടെ ബ്ലൂ ലിങ്ക് കസ്റ്റമർ കെയർ ആയിട്ട് കണക്ട് ചെയ്യുകയും നമ്മൾക്ക് പെട്ടെന്ന് തന്നെ അസിസ്റ്റൻസ് ലഭിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു IRVMൽ കാണാനുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവർ റിയർ വ്യൂ മോണിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കൂടെ ഹ്യുണ്ടായി പുതിയ i20യിൽ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റീരിയർ കാണിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടു വലതുഭാഗത്ത് ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ക്യാമറയുടെ ചിത്രമുള്ളൊരു ബട്ടൺ ഉണ്ടായിരുന്നു. ആ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിൻഭാഗത്തെ വ്യൂ ഇതിനകത്ത് കിട്ടും. നമ്മൾ മുന്നിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പിൻഭാഗത്തെ വ്യൂ ഈ ഒരു മോണിറ്ററിൽ നമുക്ക്
കിട്ടും. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ മോണിറ്ററിൽ നമുക്ക് കാണാൻ സാധിക്കും. 5 ഇയർ വണ്ടർ വാറണ്ടി ഓപ്ഷനാണ് ഹ്യുണ്ടായി i20ക്ക് വേണ്ടി നൽകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഇയർ ഓർ 1 lakh കിലോമീറ്റേഴ്സ്, അല്ലാന്നുണ്ടെങ്കിൽ 4 ഇയർ ഓർ 50,000 കിലോമീറ്റർ, അല്ലാന്നുണ്ടെങ്കിൽ 5 ഇയർ ഓർ 40,000 കിലോമീറ്റർ. അത് വാഹനം എടുക്കുന്ന ആൾക്ക് ഉപയോഗത്തിനനുസരിച്ച് എടുക്കാവുന്ന രീതിയിലുള്ള ഒരു വണ്ടർ വാറണ്ടി തന്നെയാണ് ഹ്യുണ്ടായി നൽകുന്നത്. അതോടൊപ്പം തന്നെ 3 വർഷത്തേക്ക് റോഡ് സൈഡ് അസിസ്റ്റൻസും ഹ്യുണ്ടായി നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പുതിയ i20യുടേത്, 3rd ജനറേഷൻ i20 ഡീസലിൻ്റെ വിശേഷങ്ങൾ. ഈ ചെറിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വാഹനം തന്നിട്ടുള്ളത് പോപ്പുലർ ഹ്യുണ്ടായി മലപ്പുറമാണ്. അപ്പോൾ പോപ്പുലർ ഹ്യുണ്ടായി മലപ്പുറത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഹ്യുണ്ടായിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും പോപ്പുലർ ഹ്യുണ്ടായി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതിനുശേഷം സുഹൃത്തുക്കളുടെ ഇടയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ 2 കാര്യങ്ങളും ചെയ്തതിനു ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.